ഈ ചർച്ചകൾക്കിടെ ഉടനീളം ഇവർ ഇങ്ങനെ തന്നെയാണ് പരസ്പരം സംസാരിക്കുന്നത്. അതിലെടുത്തു പറയേണ്ട പേര് തന്നെയാണ് ധന്യാരാമൻ. അവർ സാമൂഹ്യ പ്രവർത്തകയാണെന്ന് സ്വയം അവകാശപ്പെടുന്നുണ്ടെങ്കിലും അജിത് കുമാറിനോട് അവർ ഉപയോഗിച്ച വാക്കുകൾ തീർച്ചയായിട്ടും ആർക്കു കേട്ടാലും ദഹിക്കുന്ന ഒന്നല്ല. കാരണം ഇടയ്ക്ക് ഊള എന്ന് പോലുള്ള വാക്കുകളൊക്കെ തന്നെ അവരുടെ ഭാഗത്ത് നിന്ന് കയറി വരുന്നുണ്ട്. എന്താണ് പറയുന്നത് എന്നതിനെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാതെ പല കാര്യങ്ങളും വിളിച്ചു പറയുക തന്നെയാണ് അവർ ചെയ്യുന്നത്. ലൈംഗിക അതിക്രമ കേസിൽ നടനും സംവിധായകനുമായ ബാലചന്ദ്ര മേനോന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇവർ തമ്മിലുള്ള ചർച്ചകൾ ചാനൽ ചർച്ചകളിലൂടെ നടന്നത്. പക്ഷെ അതിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായ രീതിയിൽ ധന്യാരാമൻ താൻ കണ്ട കാര്യങ്ങളും അതിലൂടെ തനിക്കുണ്ടായ മനോവിഷമങ്ങളും ഒരുപാട് സ്ത്രീകളും കുട്ടികളും അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ചും അവർ പറയുമ്പോൾ തീർച്ചയായിട്ടും അജിത് കുമാർ അതിനെക്കുറിച്ച് മറുപടി പറയുകയായിരുന്നു ചെയ്തത്. പക്ഷെ അവർ അതിലൂടെ പറയുന്നത് ഇങ്ങനെ 100ഓളം പെൺകുട്ടികളെ ഞാൻ ഇതുപോലെ പോസ്കോ കേസിൽ ഇരയായി കാണുകയും അവർക്ക് ഉണ്ടായ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ അവർ വിളിച്ചു പറയുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അതുപോലെ ദുരിതം അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെ ബാധ്യത തന്നെയാണ്. അങ്ങനെയുള്ളവരെ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും തന്നെ ചേർത്ത് പിടിക്കുകയും അതിന് അനുകൂലമായി തന്നെ ഇന്ത്യൻ നിയമവ്യവസ്ഥകൾ നിലകൊള്ളുകയും ചെയ്യണം. പക്ഷെ അങ്ങനെ അവർ പറഞ്ഞതിന് ശേഷം ഇതിൽ കൂടുതലും ചിലപ്പോൾ കള്ളക്കേസുകളായിരിക്കാം, യഥാർത്ഥ പ്രതികളെ ആയിരിക്കില്ല പോസ്കോ കേസിലൂടെ പിടികൂടിയത് എന്ന രീതിയിലൊക്കെയുമായിരുന്നു അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. പക്ഷെ അതിനൊന്നും ഇട നൽകാതെ താൻ ഇറങ്ങിപ്പോടോ എന്നും ഒരു തരത്തിലും നിലവാരമില്ലാത്ത വാക്കുകൾ തന്നെയാണ് ഈ ധന്യാരാമന്റെ ഭാഗത്തു നിന്നും ഈ ചർച്ചയിൽ ഉടനീളം ഉണ്ടാവുന്നത്. അവർ ചോദിക്കുന്നത് മാന്യതയില്ലാത്തവരെ എന്തിനാണ് ചർച്ചയ്ക്ക് വിളിക്കുന്നതെന്ന്. ഒരുപക്ഷെ ഇതിൽ മാന്യത കെട്ട് സംസാരിക്കുന്നത് തീർച്ചയായിട്ടും ഈ സ്ത്രീ തന്നെയാണ്. ഇതുപോലൊരാളോടൊപ്പം ചർച്ചയ്ക്ക് വന്ന അജിത് കുമാറിനെ തീർച്ചയായിട്ടും അഭിനന്ദിച്ചേ മതിയാവും. അതിലും അപ്പുറം അതുപോലെ പ്രകോപനപരമായി സംസാരിച്ചപ്പോഴും ഈ അജിത് കുമാർ വ്യക്തമായ രീതിയിൽ അതിന് മറുപടി പറയാൻ മാത്രമാണ് ശ്രമിക്കുന്നത്. നിരപരാധിയായ ഒരുപാട് പേരെ ഇതുപോലെ പല കാര്യങ്ങൾ പറഞ്ഞ് പലതരത്തിൽ കള്ളക്കേസിൽ കുടുക്കി ഒരുപാട് ദിവസം ജയിലിൽ അകപ്പെട്ട ഒരുപാട് സാധാരണക്കാരെ നമുക്കറിയാം. അതിൽ സ്ത്രീകളും ഉൾപ്പെടുന്നു എന്നതും യാഥാർത്ഥ്യം. ഒരു അമ്മയെ പോസ്കോ കേസിൽ അകപ്പെടുത്തി ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം അവർ പുറത്തു വന്നതും അതിനുശേഷം അവർ അനുഭവിക്കുന്ന ദുരിതങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ആയിടക്ക് തന്നെയാണ് ഒരു പയ്യനെ ഒരു കാരണവുമില്ലാതെ ഒരു പെൺകുട്ടി പറഞ്ഞു എന്ന രീതിയിൽ 41 ദിവസത്തോളം ജയിലിലിട്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ അവനെ അടിച്ചതും തൊഴിച്ചതുമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടതാണ്. അജിത് കുമാർ പറയുന്നത് പലതും സത്യം തന്നെയാണ്. ഒരുപാട് പേരെ നിരപരാധികളായിട്ടുള്ള ഒരുപാട് പേരെ ഏതെങ്കിലും പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയോ ആൺകുട്ടിയോ പറഞ്ഞു എന്നതിന്റെ പേരിൽ ജയിലിലിടുകയും അവർക്കെതിരെ പോസ്കോ ചുമത്തി ഗുരുതരമായ ശിക്ഷകൾ വാങ്ങിച്ചു നൽകുകയും ചെയ്യുന്നുണ്ട്. കൂടുതലും ഇതിൽ നിരപരാധികളായ ആളുകൾ തന്നെയാണ് പെട്ടുപോകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ മനുഷ്യൻ നീതിപരമായും നിയമപരമായും ശക്തമായ കാര്യങ്ങൾ വിളിച്ചു പറയാൻ ശ്രമിച്ചത്. പക്ഷെ അതിനൊന്നും ഇട നൽകാതെ താൻ പറയുന്നത് മാത്രമാണ് ശരി എന്ന രീതിയിലായിരുന്നു ധന്യാരാമൻ പല കാര്യങ്ങളും വിളിച്ചു പറയുന്നത്. ഒന്നെങ്കിൽ ആളുകളോട് എങ്ങനെ സംസാരിക്കണമെന്ന ബോധം അവർക്കുണ്ടാവണം. അതൊന്നുമില്ലാതെ താൻ പറയുന്നത് മാത്രമാണ് ശരി എന്ന രീതിയിൽ അവർ പലതും വിളിച്ചു പറയുമ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ മറുപടി കൊടുക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. അതിൽ തന്നെ പറയുന്ന ഒരു ഭാഗം ഒന്ന് കേട്ടു നോക്കൂ. അങ്ങനെ ഒരു പീഡനം എനിക്ക് തോന്നുന്നില്ല. ഇതിൽ കൂടുതലും അതിന്റെ പിന്നാമ്പുറത്ത് ഈ പീഡനങ്ങൾക്ക് പിന്നില് സ്ത്രീകളും തന്റെ വീഡിയോ എന്നാണ് ഞാൻ സംസാരിക്കുന്നത്. അങ്ങനെ പറയാൻ പാടില്ല. എടാ തനിക്ക് ഇത് തന്നെ ഒന്നും പറയാനില്ല, തനിക്കൊന്നും പറയാനില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ സംസാരിക്കാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നുമില്ല. ഇയാൾ പറഞ്ഞ പോക്സോ കേസിൽ പെട്ട ഇയാൾ എന്താണ് പറയുന്നത്? ഇയാൾ സംസാരിക്കാൻ വിളിക്കരുത്. ഇയാളെ സംസാരിക്കാൻ വിളിക്കരുത്. ആര് വ്യാജ കേസ്?
നീയാണോ കോടതി? സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങളാണോ ജഡ്ജി? കൃത്യമത നടക്കുന്നത്. ആരാണ് ജഡ്ജി? നിങ്ങളാണോ ജഡ്ജി? വീണ്ടും വീണ്ടും അവർ വിളിച്ചു പറയുന്നത് തനിക്ക് കൾച്ചർ ഉണ്ടോ എടോ എന്നൊക്കെയാണ്. തീർച്ചയായിട്ടും ആർക്കാണ് കൾച്ചർ ഇല്ലാത്തത്, ആർക്കാണ് ബോധമില്ലാത്തത്, ആരാണ് ഇതുപോലെ വൃത്തിഹീനമായി സംസാരിക്കുന്നത് എന്നത് നമുക്ക് വ്യക്തമായ രീതിയിൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. അജിത് കുമാർ പറയുന്നത് ശരിയാണ്. ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാട്ടുക മാത്രമാണ് അവർ ചെയ്യുന്നത്. എന്താണ് ചാനൽ ചർച്ച എന്ന് ചോദിച്ചാൽ, എന്താണ് ചാനലിലൂടെ ചർച്ച ചെയ്യുന്നത്? ആ വിഷയത്തെ വ്യക്തമായ രീതിയിൽ ആളുകൾക്ക് അവതരിപ്പിക്കുക, അതിലും അപ്പുറം തനിക്ക് തോന്നുന്ന തെറ്റിദ്ധാരണകളെ പരസ്പരം മാറ്റുക എന്നതാണ് ശരിക്കും പറഞ്ഞാലുള്ള ചാനൽ ചർച്ച. പക്ഷേ അതിനൊന്നും ഇട നൽകാതെ അവർ പറയുന്നത് മാത്രമാണ് ശരി എന്ന രീതിയിൽ എടോ പോടോ എന്ന് വിളിച്ച് എന്തെങ്കിലും പറയാൻ ശ്രമിക്കുന്ന അജിത് കുമാറിനെ അവിടെ വെച്ച് അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ശരിക്കും ഫെമിനിസ്റ്റ് ചമയുക തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ധന്യരാമൻ ഇതിലൂടെ ഒക്കെ തന്നെ ചെയ്യുന്നത്. എന്ത് തന്നെയായാലും ഇതുപോലെ ഒരു ചർച്ചയിൽ അവർക്ക് കൊടുക്കേണ്ടത് ധൈര്യസമേതം കൊടുക്കാൻ അജിത് കുമാർ കാണിച്ച ആ വലിയ മനസ്സിന് തീർച്ചയായിട്ടും ബിഗ് സല്യൂട്ട്. ഇതുപോലുള്ളവരെ ശക്തമായ രീതിയിൽ തന്നെ പ്രതിരോധിക്കണം. ഇവർ പറയുന്നത് മാത്രമാണ് ശരി എന്ന് ഇവർ പലപ്പോഴും സ്വയം വിചാരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവർ പലതും വിളിച്ചു പറയുന്നത്. എന്നാൽ ഇവർ പറയുന്നതിലും തെറ്റുണ്ട് എന്ന് ഇവർക്ക് ചൂണ്ടിക്കാണിക്കാൻ ഇതുപോലെയുള്ളവർ തന്നെ വരണം. തീർച്ചയായിട്ടും ബിഗ് സല്യൂട്ട്.